welcome back to Sarah Reads, and I hope all you guys watching this video are doing well and good. So today this video is about my Malayalam books collection. So ഏകദേശം ഒരു 2 months or 3 months before ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മലയാളം ബുക്സ് കളക്ഷൻസ് കാണിച്ചുകൊണ്ട്. അതിന് എനിക്ക് more than 3 lakh വ്യൂസ് കിട്ടി. എൻ്റെ ചാനലിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ലൈക്സ്, ഷെയർ, കമൻറ്റ്സ്, അത്രയും എൻഗേജ്മെന്റ് ഉള്ള ഒരു വീഡിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ എവറി സിംഗിൾ പേഴ്സൺ ഹു ഹാവ് വാച്ച്ഡ് ഇറ്റ് ആൻഡ് ഹു ഹാവ് എൻഗേജ്ഡ് വിത്ത് ദാറ്റ് വീഡിയോ. സോ ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന ബുക്കിന്റെ റിവ്യൂ ഇടാമോ, ഈ ബുക്ക് വായിക്കാമോ, ആ ബുക്ക് വായിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ പിന്നെ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, അയ്യേ ഇതൊക്കെയാണോ വായിച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഞാൻ ആക്ച്വലി മലയാളം ബുക്സ് ഞാൻ വായിച്ചിട്ടില്ല അധികം. ഞാൻ മലയാളം വായിക്കാൻ തുടങ്ങിയത് ലാസ്റ്റ് ഇയർ ഒരു അവസാനത്തേക്കാണ് ഞാൻ ഐ തിങ്ക് ഒക്ടോബറിലാണ് ഞാൻ മലയാളം ബുക്സ് ആക്ച്വലി ഞാൻ വായിക്കാൻ തുടങ്ങുന്നത്. സോ അതിനുശേഷം വായിച്ചിട്ടുള്ള ബുക്സ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളതും ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്സും ഒക്കെ തന്നെയാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരുപാട് അടിപൊളി മലയാളത്തിലെ ഹിറ്റ് ബുക്കുകളോ അല്ലെങ്കിൽ ഏറ്റവും നല്ല പുസ്തകങ്ങൾ അങ്ങനെയൊന്നും ഞാൻ വായിച്ചിട്ടില്ല. എനിക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങളൊക്കെ തന്നെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്. സോ നിങ്ങൾക്ക് അറിയാവുന്ന ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് ബുക്ക് റെക്കമെൻഡേഷൻസ് എനിക്ക് വന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ബിക്കോസ് അതായത് ഇറ്റ് മേഡ് മീ റിയലി ഹാപ്പി ബിക്കോസ് ആളുകൾക്ക് നമ്മളിത് വായിക്കണമെന്ന ആ ഒരു ഇഷ്ടത്തോടെ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഗുഡ് തിങ്. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ അടുത്ത ബുക്സ് ഒക്കെ പിക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ കാണുന്നവർക്കും അതൊരു നല്ല ഒരു ഇതായിരിക്കും. ആൻഡ് അതിൽ ഒരുപാട് രീതിയിലുള്ള കുറേ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആ ഒരു കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ എവ്രിതിങ് ദാറ്റ് ഹാപ്പൻഡ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു വീഡിയോയുടെ എക്സ്റ്റൻഷൻ വേറെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ചും കൂടെയൊക്കെ മലയാളം ബുക്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി വായിക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്സൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ തന്നെ. സോ ആ ഒരു വീഡിയോയിൽ കിട്ടിയ ആ ഒരു സ്നേഹവും എൻഗേജ്മെന്റും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ നമുക്കപ്പം ഒന്നും പറയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, അതായത് ഞാനത് വായിച്ചു തുടങ്ങി. അത് ഐ തിങ്ക് ഞാനതൊരു 1 ദിവസമോ 2 ദിവസമോ കൊണ്ട് ആ ഒരു പുസ്തകം ഞാൻ തീർത്തു. അത്രത്തോളം എനിക്കിഷ്ടപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ, ഡോക്ടർ ബി ഉമാദത്തൻ ഇദ്ദേഹത്തിന്റെ പുസ്തകം. ഇത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് വായിച്ചത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിനകത്ത് ഒരുപാട് കഥകൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റാൻഡമായിട്ട് ഇതിലെ കഥകളൊക്കെ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ചില സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഈ പുസ്തകത്തിനകത്ത് ഈ പുള്ളി ഇതുപോലെ ഒരു സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ മെമ്മയർ. ഇദ്ദേഹം ഒരു ആക്ച്വൽ പോലീസ് സർജൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണ്. അപ്പൊ ദാറ്റ് മേക്സ് ഇറ്റ് മോർ ലൈക്ക് നമുക്ക് ചിലതൊക്കെ വായിക്കുന്ന സമയത്ത് ഇതൊക്കെ സംഭവിക്കുമോ അങ്ങനത്തെ ഒക്കെ ഒരു തോട്ടൊക്കെ വരും. അത്ര അടിപൊളി ബുക്കാണ്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഈ ഒരു പുസ്തകം വായിച്ച് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ പിന്നെ വായിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ബുക്കിന്റെ സെക്കൻഡ് പാർട്ട് പോലത്തെ ഒരു ബുക്കാണ് കപാലം എന്ന് പറയുന്നത്. ഇതും സെയിം അത് തന്നെയാണ്, പക്ഷെ ഇതിന്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ നിന്നും ഡിഫറെന്റ് ആണ് ഇതിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈല്. ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് പുള്ളി വൈകിട്ട് വീട്ടിൽ വന്നൊരു ഡയറി എഴുതുന്ന പോലത്തെ ഒരു ഫീലാണ് ഇത് വായിക്കുമ്പോൾ. പുള്ളിൻ്റെ ഒരു ഡയറി എഴുതുന്ന ഒരു ഫീലാണ്, ഡയറി വായിക്കുന്ന ഒരു ഫീലാണ് ഇതെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒരു സ്റ്റോറി പോലെ അല്ലെങ്കിൽ ഒരു കഥ പോലെ ഒരു നോവൽ പോലെയാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും റൈറ്റിംഗ് സ്റ്റൈൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇതാണ്. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ചിട്ടാണ് ഭയങ്കര അടിപൊളി റിവ്യൂസ് ഒക്കെ കേട്ടതും കണ്ടതും. ഒരുപക്ഷെ ഇതായിരിക്കാം ആളുകൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ ഇതിനെക്കുറിച്ചാണ് ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ബുക്കാണ്. പക്ഷെ രണ്ടും അടിപൊളിയാണ് ബിക്കോസ് രണ്ടും അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് സ്റ്റോറീസ് തന്നെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇത് ഞാൻ മലയാളത്തിൽ നിങ്ങൾ ഈ കഥ കവിത ഒക്കെ പോയിട്ട് മലയാളത്തിൽ വായിച്ചിരിക്കേണ്ട ഒരു മെമ്മയർ, ഞാൻ വായിച്ചതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെമ്മയർ വന്നിട്ട് ഇതാണ്. ദിസ് ഇസ് ലൈക്ക് റിയലി ഗുഡ്.
അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഈ മലയാളം ഭയങ്കര സാഹിത്യം മലയാള പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളുകൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പുസ്തകമാണ്, നിങ്ങളെയൊക്കെ ട്രിഗർ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് ഈ ഒരു പുസ്തകത്തിന് എൻ്റെ ലൈഫിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്. അതിന് വ്യക്തമായ ഒരു റീസണും ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ ഒരു പുസ്തകം ഒരുപാട് ആൾക്കാരെ വായനയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പുസ്തകം അതിൻ്റെ കഥ എത്ര മോശമായിക്കോട്ടെ, ഇപ്പം നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഓഥർ ഉണ്ട്, കൂളൻ ഹോവർ. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ പുസ്തകം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു പുസ്തകം എന്നാണ് പൊതുവെ പറയുന്നത്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് പുള്ളിക്കാരത്തിയുടെ പുസ്തകം നമ്മുടെ ഈ ബുക്ക് ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഒരു അതിൽ ടിക്ടോക്കിൽ ബുക്കിനെ കുറിച്ച് കണ്ടന്റ് ചെയ്യുന്നതാണ് ബുക്ക് ടോക്ക്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ റീഡിങ്ങിനെ എത്രത്തോളം റെവല്യൂഷനൈസ്ഡ് ചെയ്തു എന്നുള്ളത് ഞാൻ പേഴ്സണലി കണ്ട ഒരാളാണ്. അപ്പോൾ റീഡിങ്ങിനെ എത്രത്തോളം പോപ്പുലറൈസ്ഡ് ആക്കി. പോപ്പുലറൈസ്ഡ് എന്ന് പറയുമ്പോൾ റീഡിങ് എന്ന് പറയുന്നതിനൊരു ഒരു സോഷ്യൽ മീഡിയ ഒരു എസ്തറ്റിക് കോട്ടിനകത്ത് കൊണ്ടുവന്ന ഒരു ബുക്കായിരുന്നു കൂളൻ ഹോവറിന്റെ ഇറ്റ് എൻഡ്സ് വിത്ത് അസ്. അപ്പം അതുപോലെ മലയാളത്തിൽ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇതിൽ എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവന്ന ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. ഓക്കെ, അപ്പം ഇത് ഭയങ്കര ഈ മലയാള സാഹിത്യം വായിക്കുന്നവർക്ക് ഇതൊരു ഊള ബുക്കായിട്ടാണ് തോന്നിയത് എന്നൊക്കെയാണ് എനിക്ക് കുറെ ആൾക്കാർ പറഞ്ഞത്. പക്ഷേ സി ഓൺ ദ അതർ ഹാൻഡ് ഈ ഒരു ബുക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദാറ്റ് ഇറ്റ് ഇസ് എ സിനിമാറ്റിക് നോവൽ. എവിടെയാ പറയുന്നത്? ഓക്കെ, എവിടെയോ ഇത് പറയുന്നുണ്ട് കേട്ടോ. അത് എവിടെയോ പറയുന്നുണ്ട്. ഇതൊരു സിനിമാറ്റിക് നോവലാണെന്നാണ് ഇതിൻ്റെ ഓത്തർ പറയുകയുണ്ടായത്. പക്ഷെ ആ ഒരു വാക്കിനോട് 100% നീതി പുലർത്തിയ ഒരു നോവലായിരുന്നു ഇത്. കാരണം ആ ഒരു രീതിയിൽ ഈ ഒരു ഓത്തറിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ സത്യം പറയാമെങ്കിൽ വളരെ നല്ലതായിരുന്നു. നമുക്കൊരു സിനിമ കണ്ട ഒരു ഫീലായിരുന്നു. അല്ലെങ്കിൽ ഈ അഖിൽ പി ധർമ്മജൻ 2018 സിനിമയൊക്കെ തിരക്കഥ എഴുതിയ ആളാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹീസ് വെരി ടാലന്റഡ് ഇൻ ദാറ്റ് സെൻസ്. ഐ മീൻ ഓഫ് കോഴ്സ് ഹീസ് ടാലന്റഡ്, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അത് നമുക്കിതിൽ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റി. പുള്ളിയുടെ ആ ഒരു ടാലന്റ് എനിക്ക് നന്നായിട്ട് ഈ ഒരു പുസ്തകം എഴുതിയ രീതിയിൽ വളരെ പ്രകടമായിരുന്നു. പിന്നെ പറയാനുള്ളത്, എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഈ ബുക്ക് ഇഷ്ടപ്പെട്ടു. the story was fine, it was not that bad. ഞാൻ ഇതിലും ഉള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇതെന്ന് പറയുകയാണെങ്കിൽ ദിസ് വാസ് റിയലി നൈസ്. പിന്നെ ഈ ഒരു പുസ്തകം ഞാൻ വായിച്ചത് എൻ്റെ ലൈഫിൽ ഒരു അടിപൊളി ഫേസിലായിരുന്നു. ആ ഒരു ഫേസിൽ ഈ ഒരു പുസ്തകം വായിക്കാൻ നല്ല രസമായിരുന്നു. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എൻ്റെ ഹൃദയം തകർത്തിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് വലിയതായിട്ടൊന്നും തോന്നുന്നില്ല. ബട്ട് ആ ഒരു സമയത്ത് ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഇറ്റ് വാസ് റിയലി നൈസ്, ഇറ്റ് വാസ് റിയലി ഗുഡ്. അതുകൊണ്ട് മാത്രം എനിക്ക് ഈ പുസ്തകം ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഇതാണ് ഞാൻ അങ്ങനെ ഭയങ്കര റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷെ എക്സ്പെഷ്യലി ഇഫ് യു ആർ എ ബിഗിനർ, ഓഫ് കോഴ്സ് നിങ്ങൾ റാം കെയർ ഓഫ് ആനന്ദി വായിക്കണം. വൈ എന്ന് ചോദിച്ചാൽ, ഇഫ് നിങ്ങൾക്ക് റൊമാൻസ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് റൊമാൻസ്, ഇത് അങ്ങനത്തെ റൊമാൻസ് അല്ല, ഇതൊരു വേറെ തന്നെ ഒരു ജോണറാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള റൊമാൻറ്റിക് നോവൽസ് ഒക്കെ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഗിവ് ഇറ്റ് എ ട്രൈ, ഇറ്റ്സ് ഗുഡ്. അടുത്ത ബുക്ക് എന്ന് പറയുന്നത് ചേതൻ ഭഗത്തിന്റെ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫിന്റെ മലയാളമാണ് എൻ്റെ ജീവിതത്തിലെ 3 തെറ്റുകൾ. ഇത് സിനിമ ആക്കിയിട്ടുണ്ട് കൈപ്പോച്ച്. അതിലാണ് നമ്മുടെ സുശാന്ത് സിംഗ് രാജ്പുത് ആദ്യമായിട്ട് അഭിനയിച്ചത്. സോ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്, ബുക്ക് വായിച്ചിട്ടുണ്ട്. അത് മലയാളത്തിലാണ് ഞാൻ വായിച്ചത്. ഇറ്റ് വാസ് നൈസ്. ഇതിനെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് വലിയ റിവ്യൂ ഒന്നും പറയേണ്ട തോന്നുന്നില്ല, ബിക്കോസ് ഇത് മലയാളം ബുക്ക് അല്ലല്ലോ. ഇത് ഞാൻ ജസ്റ്റ് മലയാളത്തിൽ വായിച്ച ബുക്കാണെന്നേ ഉള്ളൂ. പക്ഷെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്തുകൊണ്ട് മലയാളത്തിൽ വായിച്ചു, എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ വായിച്ചില്ല. അത് ഇതെൻ്റെ വീട്ടിൽ കിടന്നൊരു ബുക്കാണ്. അപ്പോൾ കിടന്നു, ഞാൻ എടുത്ത് വെച്ച് വായിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതെൻ്റെ അച്ഛന് ആരോ ഗിഫ്റ്റ് കൊടുത്തതാണ് മലയാളത്തിലെ പുസ്തകം. അപ്പോൾ അതെൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇത് കണ്ടു, ഞാൻ എടുത്ത് വായിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് ഞാൻ എന്തിനാണ് മലയാളം പുസ്തകത്തിൻ്റെ ഇടയിൽ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് മലയാളത്തിലായതുകൊണ്ട്. ഇതും നല്ല പുസ്തകമാണ്, ഫൈൻ. ഇത് കേരളത്തിൽ നടക്കുന്ന സ്റ്റോറി ഒന്നും അല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് ഓക്കെ ആണ്, ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? മീര കൃഷ്ണൻകുട്ടി. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ എനിക്ക് ചിലയിടത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇപ്പോഴല്ല, കുറേ കൊല്ലമായി ഞാൻ വായിച്ചിട്ട്. ഐ തിങ്ക് 2022 ഞാൻ വായിക്കുന്നത്. 4 വർഷമായി. പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതിൻ്റെ വിവർത്തനം അത്ര അടിപൊളിയല്ല. എനിക്കെന്തോ പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് അന്ന് തോന്നിയായിരുന്നു. ഇപ്പം ചിലപ്പോൾ നന്നായി കാണുമായിരിക്കും.
എനിക്ക് മേ ബി അന്നത്തെ എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് റീഡിങ് അല്ല ഇപ്പോഴത്തെ. ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇപ്പൊ എനിക്ക് നല്ലോണം വായിക്കാൻ പറ്റും. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര പാടായിരുന്നു ചില സ്ഥലത്തൊക്കെ വായിക്കാൻ. കാരണം നമ്മളൊരു ബുക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ലൈക്ക് നോർത്ത് ഇന്ത്യയിൽ എവിടെയോ സംഭവിക്കുന്ന ഒരു കഥയാണ്. എനിക്ക് പ്ലേസ് ഒന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കഥ നമ്മൾ മലയാളത്തിലോട്ട് മാറ്റുമ്പോൾ ലൈക്ക് ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. ആ ഒരു സംസ്കാരം, ആ സാധനത്തിന്റെ ഒക്കെ ഒരു ഡിഫറൻസ് ഇവിടെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് അതൊക്കെ അഡ്രസ് ചെയ്തുകൊണ്ട് ഉള്ള വിവർത്തനമാണ് വേണ്ടത്. ഐ ഡോണ്ട് തിങ്ക് ഇതിനകത്ത് അത്ര ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ബിക്കോസ് ഇറ്റ്സ് ബീൻ 4 years. സോ നെക്സ്റ്റ് ബുക്ക് ഇസ്, ഓ മൈ ഗോഡ്, ഇതാണ് KR മീരയുടെ ആ മരത്തെയും മറന്നു ഞാൻ. സോ KR മീര വന്നിട്ട് എനിക്ക് വായിക്കാൻ ഒരുപാട് എന്താ പറയുക താല്പര്യമുള്ള ഒരു ഓഥറാണ്. എനിക്ക് പുള്ളിക്കാരത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിക്കണം. എനിക്ക് അങ്ങനത്തെ ഒക്കെ ലൈക്ക് അരുന്ധതി റോയ്, KR മീര, ഹരിത സാവിത്രി, അങ്ങനത്തെ കുറച്ച് ഓത്തേഴ്സ് ഒക്കെ ഉണ്ട്. ഇനിയും കുറെ പേരുണ്ട്, ഞാൻ മറന്നുപോയി. അപ്പൊ ഇവരുടെ ഒക്കെ പുസ്തകങ്ങൾ എനിക്കെല്ലാം വായിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുള്ളതാണ്. അതിൽ ടോപ്പാണ് KR മീര. പക്ഷെ പുള്ളിക്കാരത്തിന് ഞാൻ ആദ്യം വായിച്ച ബുക്ക് വരുന്നത് ആ മരത്തെയും മറന്നു ഞാനാണ്. ഈ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ വന്നിട്ട് ഒരു വുമൺ ആണ്. ഓക്കെ, പക്ഷെ പുള്ളിക്കാരത്തിന്റെ സ്റ്റോറി വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട്, എനിക്ക് എന്താ പറയാ, പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സഹതാപം തോന്നിയൊരു ക്യാരക്ടറാണ്. പിന്നെ ഞാനിങ്ങനെ ഇതിലൊക്കെ നോക്കിയപ്പോഴാണ് പുള്ളിക്കാരത്തിൻ്റെ നോവൽസിലെ എല്ലാ ക്യാരക്ടേഴ്സും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്, കണ്ടത്, അറിഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ വേറൊന്നും വായിച്ചിട്ടില്ല. ആകെ ഇത് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. സോ എനിക്ക് ബാക്കി ബുക്കൊക്കെ വായിക്കാൻ ഒരുപാട് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ അധികം റീസെർച്ചിന് പോയില്ല. പക്ഷേ ഈ ഒരു പുസ്തകത്തിലെ കഥ വന്നിട്ട് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സ് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. എനിക്കൊട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ബട്ട് നമുക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ലോകത്തെ എന്തും നമ്മൾ എപ്പോഴും വിചാരിക്കണ പോലെ അല്ലാലോ നമ്മുടെ ലൈഫ് സംഭവിക്കണം. അപ്പം നമുക്ക് അങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൻ്റെ കഥ അത്ര ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. ഓക്കെ, ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. സം പോയിന്റ്സ് ലൈക്ക് ഡിസ്റ്റർബിങ് ആണ്. എനിക്കിതിനകത്ത് ആ ഒരു ഫീമെയിൽ ക്യാരക്ടറിനോട് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. ലൈക്ക് പാവം, ആളുടെ ലൈഫ് ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. അത് ഒരു പോയിന്റിലും ആളുടെ ലൈഫ് ബെറ്റർ ആവുന്നില്ല, വേഴ്സൺ ആവുന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് ആ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ആ ഒരു ബുക്ക് വായിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഭയങ്കര ഡിസ്റ്റർബിങ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ദാറ്റ് ബുക്ക് ഇസ് ആക്ച്വലി നൈസ്. സോ നിങ്ങളെല്ലാവരും എന്നെ ചീത്ത വിളിക്കാൻ പോകുന്ന ഒരു പുസ്തകമാണ് ഞാൻ അടുത്ത കാണിക്കുന്നത്, പ്രേമനഗരം. സോ പ്രേമനഗരത്തിനെ കുറിച്ച് ഞാൻ ഏത് വീഡിയോ, ഇപ്പോൾ ഞാൻ മലയാളം ബുക്സിനെയൊക്കെ കുറിച്ചിട്ട് ഞാൻ ഈ ബുക്കിന്റെ അൺബോക്സിങ് ഇട്ടപ്പോൾ മുതൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലായിടത്തും വരുന്ന ഒരു കമന്റ് ഉണ്ട്, ഇത്രയും വൃത്തികെട്ട ഒരു ബുക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ഞാൻ പറയുന്നില്ല ഇത് ഭയങ്കര അടിപൊളി ബുക്കാണെന്നൊന്നും, പക്ഷെ ഇതൊരു കലാസൃഷ്ടിയാണ്. അപ്പോൾ ആ ഒരു റെസ്പെക്ട് നമ്മളിതിന് കൊടുക്കണം. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ഇത് ഈ ബുക്കിലൂടെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യത്തിനെ, ദാറ്റ് ഈസ് അവിഹിതം, അതിന് ഞാൻ റെസ്പെക്ട് കൊടുക്കുന്നില്ല. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് ഈ ഓഥർ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പുസ്തകത്തിലുടനീളം വളരെ വളരെ അങ്ങനത്തെ ഒക്കെ നമ്മൾ ഫേസ് ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ഒരുപാട് സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ റീഡ് ഇറ്റ് അറ്റ് യുവർ ഓൺ റിസ്ക്. ഞാൻ ഒരിക്കലും പറയത്തില്ല ഇത് നല്ല അടിപൊളി ബുക്കാണെന്ന്, പക്ഷെ നിങ്ങൾക്ക് വായിക്കണം. അല്ലെങ്കിൽ ഈ ബുക്കിനകത്ത് എന്താണ് ഉള്ളത്, എന്താണ് എല്ലാവരും ഇത്ര മോശം പറയുന്നത് എന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വായിച്ചു നോക്കുക. കാരണം ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ കലാസൃഷ്ടി. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ബുക്കിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾ എല്ലാവരോടും വന്നിട്ട് കൊല്ലുമെന്ന്. അതുകൊണ്ട് ഞാൻ ഈ ബുക്കിനെ കുറിച്ച് നല്ലത് പറയാനായി ഉള്ളത് ആള് നല്ലതായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു പുസ്തകത്തിന്റെ കഥ ഓൺ ദ അതർ ഹാൻഡ് ഇത് റിയാലിറ്റിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ, അതൊക്കെ റിയാലിറ്റിയിൽ ആക്ച്വലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ലോകത്ത് സംഭവിക്കാത്ത കാര്യങ്ങൾ, അങ്ങനെയല്ല, അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടൊക്കെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഐ എം നോട്ട് സെയിങ് ലൈക്ക് ഇറ്റ്സ് ബാഡ്. പക്ഷെ നമുക്കിത് വായിക്കുമ്പോൾ കുറച്ച് ഒരു ഉളുപ്പൊക്കെ തോന്നില്ലേ,
അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വായിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ വായിക്കും, നല്ലതായിരിക്കും. സോ ഹിയർ കംസ് ദ OG ഓഫ് whatever. ഇതല്ല OG, സോറി, ഇതല്ല ആടുജീവിതം. സോ ആടുജീവിതം ഞാൻ ആദ്യം സിനിമയാണ് കണ്ടത്. ആടുജീവിതം പൃഥ്വിരാജിന്റെ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് കണ്ടപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു സിനിമ ബുക്കിന്റെ 7 അയലത്ത് പോലും വന്നിട്ടില്ല എന്ന്. എൻ്റെ അമ്മ, അച്ഛൻ ഇവരെല്ലാവരും വായിച്ചതാണ്. ഇവർ പറഞ്ഞു സിനിമ ബുക്കിന്റെ 7 അയലത്ത് പോലും വന്നിട്ടില്ല എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കിത് വായിക്കണം എന്ന് തോന്നി. അന്നും ഈ ബുക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വായിച്ചില്ല, തിങ്കിങ് സിനിമ ഉണ്ടല്ലോ, കഥ അറിയാലോ, എന്തിനാ ബുക്ക് വായിക്കുന്നത്. പക്ഷെ ഓൺ ദിസ് കഴിഞ്ഞ ജാനുവരിയിൽ ഒരു എന്താ പറയുക, ഒരു സ്പിരിറ്റിൽ ഞാൻ കയറി വായിച്ചു. അങ്ങനെ ഞാൻ 2 ദിവസം എടുത്തുള്ളൂ, 2 ദിവസം 3 ദിവസം 4 ദിവസം എന്തോ എടുത്തു. ബിക്കോസ് ഈ ഒരു ബുക്ക് എനിക്ക് കുറച്ച് ഭാഗങ്ങളിലൊന്നും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഓഫ് ദാറ്റ് സഫക്കേഷൻ ഓഫ് തിങ്സ് ഇൻ ദിസ് ബുക്ക്. അപ്പം അത് കാരണം എനിക്ക് മുമ്പോട്ട് വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് ഡിലേ ആയിപ്പോയി ഈ ബുക്ക്. പക്ഷേ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ലൈക്ക് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് ഫീൽ ചെയ്തു ദാറ്റ് സിനിമയിൽ ഈ ഒരു ബുക്കിൻ്റെ മൊത്തം കാര്യങ്ങളൊന്നും ഇത് ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ നജീബിന്റെ വൈഫിനെ കുറിച്ചിട്ട് ഈ ഒരു ബുക്കിൽ അങ്ങനെ വലിയൊരു ഇതൊന്നും വരുന്നില്ല. ബട്ട് മൂവിയിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. വൈഫിനാണ് ആ ഒരു മൂവിയിൽ കുറേ സീൻസും പ്രാധാന്യമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം എനിക്ക് കുറച്ചും കൂടെ ബുക്ക് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആൻഡ് ബുക്കും ഇറ്റ് വാസ് റിയലി ഗുഡ്, ഇറ്റ് വാസ് റിയലി നൈസ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് നൈസ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. പക്ഷെ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബുക്ക് തന്നെയാണ്. ഈവൻ ദോ ഞാൻ ബുക്ക് സിനിമയ്ക്ക് ശേഷമാണ് വായിച്ചതെങ്കിൽ പോയി. ഞാൻ അടുത്ത കാണിക്കുന്ന ബുക്ക് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ബുക്കാണ്. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ എനിക്ക് 10ൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പം അന്ന് ആ ഒരു ചാപ്റ്റർ വായിക്കുന്ന സമയത്തും ഈ പുസ്തകം എൻ്റെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് അത്ര മലയാളം പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നതുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആ പുസ്തകം ഞാൻ വായിക്കുന്നത് ഇക്കഴിഞ്ഞ ജാനുവരിയിലാണ്. അപ്പം ആ സമയത്ത് ജാനുവരിയിലും അല്ല ഞാൻ വായിക്കുന്നത്, അതിനുശേഷം ഞാൻ ഐ തിങ്ക് ഫെബ്രുവരിയിലോ മാർച്ചിലോ മറ്റാണ് ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പുസ്തകമായിരുന്നു ഇത്. ഒരു സങ്കീർത്തനം പോലെ. ഞാൻ പറഞ്ഞല്ലോ 10ാം ക്ലാസ്സിൽ ഇതിനകത്തുനിന്ന് ഒരു സർട്ടൺ എക്സ്ട്രാക്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു ദസ്തേവ്സ്കി എന്ന് പറയണ, ഞാൻ ദസ്തേവ്സ്കി എന്നാണ് ഞാൻ പറയുന്നത്, ദസ്തേവസ്കി അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയാം. പക്ഷെ എൻ്റെ വായിൽ പെട്ടെന്ന് അങ്ങനെ വരുള്ളൂ. ഇത് 10ാം ക്ലാസ് മുതലേ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എഴുത്തുകാരൻ്റെ ആളുടെ ജീവിതം എനിക്ക് അന്നേ എനിക്ക് പേഴ്സണലി ഭയങ്കര താല്പര്യമായിരുന്നു. ആ ഒരു കഥ എന്തോ, എസ്പെഷ്യലി പുള്ളിയുടെ ക്യാരക്ടർ സ്കെച്ചൊക്കെ നമുക്ക് എത്ര മാർക്കിന് 4 മാർക്കിനൊക്കെ പബ്ലിക് എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചാപ്റ്ററും എനിക്ക് അത്രത്തോളം എൻ്റെ ക്ലോസ് ടു മൈ ഹാർട്ടാണ്. ബിക്കോസ് ആ ചാപ്റ്ററിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്ക് എഴുതാൻ അറിയാമായിരുന്നു. പിന്നെ അന്നയുടെ ക്യാരക്ടർ സ്കെച്ച് ഫുൾ അറിയാം. പിന്നെ ഏട്ടത്തിയമ്മ എല്ലാം എനിക്ക് അന്നേ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ അറിയാം. പിന്നെ മറ്റേയാളുടെ നിന്ന് കാശ് വയ്ക്കാൻ വരുന്ന ആൾ, അങ്ങനെ ഫുൾ സെറ്റപ്പ് ആയിരുന്നു അന്നേ. അപ്പം അന്നേ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു ബുക്ക് മൊത്തം വായിക്കണം എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യാൻ, 4 കൊല്ലം കഴിഞ്ഞിട്ടത് സംഭവിച്ചേ. പക്ഷേ ഐ തിങ്ക് ഇറ്റ് വാസ് വർത്ത് ദ വെയിറ്റ്. ബിക്കോസ് ലൈക്ക് കുറേ വർഷം കഴിഞ്ഞ് വായിച്ച സമയത്ത് അന്ന് ഞാൻ എങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സിനെ കണ്ടത്, ഇന്ന് ഞാൻ എങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സിനെ കാണുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അന്ന് ആ ഒരു ബുക്കൊക്കെ വായിച്ച സമയത്ത് അന്ന എന്ന് പറയുന്ന ഒരു പെണ്ണ്, ഇപ്പം വി യൂസ് ടു തിങ്ക് ലൈക്ക് ഈ കൊച്ചു പെണ്ണെന്തിനെ കളവൻ്റെ പോലെ നടക്കുന്ന, അല്ലെങ്കിൽ ഈ കളവന് മേ ബി ഇയാൾ ഭാവിയിൽ കുറേ പൈസയൊക്കെ കൊണ്ടുവരും, ആ പൈസയൊക്കെ മേടിക്കാനായിരിക്കും. അങ്ങനത്തെ ഒക്കെ ഒരു തോട്ടാണ് എനിക്ക് അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഓരോ കഥാപാത്രത്തെയും കാണുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ബുക്ക് അന്ന് നമ്മൾ ജസ്റ്റ് ആ ഒരു ഒറ്റ ചാപ്റ്റർ മാത്രമാണ് വായിച്ചത്, ആ ഒരു ഡിഫറൻസും ഉണ്ട്. പക്ഷെ ഇന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു പുസ്തകം മൊത്തം വായിച്ചപ്പോൾ ഓരോ ക്യാരക്ടറിനെയും ഞാൻ കാണുന്ന രീതി, ഇവനാ
ഏട്ടത്തിയമ്മ, അവരുടെ മോന്, എല്ലാവരും ഓരോരുത്തരെയും നമ്മൾ ആ കാണുന്ന രീതിയിൽ വളരെ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പം എനിക്ക് ഈ ഒരു ബുക്ക് അങ്ങനെ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം എനിക്ക് തോന്നി ദാറ്റ് ഞാൻ എല്ലാ ബുക്കും, അതായത് നമ്മൾക്ക് പലപ്പോഴും ചില കുറച്ച് ഞാൻ യൂട്യൂബിൽ കാണുന്ന റീഡേഴ്സ് ആണെങ്കിലും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ബുക്ക് ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, എന്തെങ്കിലും ഇവനൊരു പെയിന്റിങ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ളൊരു കലാസൃഷ്ടി ആയിക്കോട്ടെ, അത് നമ്മളിപ്പോൾ കൊച്ചിയിലൊക്കെ കണ്ട ഒരു സിനിമ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഇവരായിരുന്നു ശരി, ഇവർ തെറ്റാണ്. ഇപ്പോൾ ഈ ഏറ്റവും എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ മറ്റേ നമ്മൾ റീലൊക്കെ കാണുന്ന ഒരു സീരിയൽ ഉണ്ടല്ലോ, ദേശായി കുടുംബത്തിന്റെ, ആ സീരിയലിനകത്ത് നമ്മൾക്ക് ശരിയും തോന്നിയ പല ആൾക്കാരും ഇന്ന് നമ്മൾ റോങ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഈ ജയറാമിൻ്റെ ഒക്കെ സിനിമകൾ ഇപ്പോൾ ആളുകൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വൈ? ബിക്കോസ് ടൈമിനനുസരിച്ച്, നമ്മൾ വളരുന്നതനുസരിച്ച്, കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ച് നമ്മുടെ ചിന്തകളെ നമ്മൾ പെർസീവ് ചെയ്യുന്ന രീതിയും മാറും. അപ്പം അങ്ങനെ ഞാൻ പെർസീവ് ചെയ്യുന്ന ഒരു രീതി റിയൽ ടൈമിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു ബുക്കാണ് ഈ ഒരു ബുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട്, എനിക്ക് അന്നേ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം ഇത് അങ്ങനത്തെ ഒരു എന്താ പറയുക, ആ ഒരു തോട്ട് പ്രോസസ്സിൽ ആ ഒരു ഷിഫ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്ത് തന്ന ഒരു പുസ്തകം കൂടെയാണ്. അടുത്തതാണ് ഞാൻ കുറച്ചു മുമ്പ് പറയാൻ വന്ന OG, രണ്ടാം ഊഴം. സോ രണ്ടാം ഊഴത്തിനെ കുറിച്ച് എനിക്ക് ആക്ച്വലി ഒരു റിവ്യൂ പറയാനില്ല. കാരണം ഇന്ന് ഞാൻ ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ, ഞാൻ ഈ ഒരു പുസ്തകം എനിക്ക് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ വാട്ട് ഐ ഫെൽറ്റ് വാസ്, ഈ പുസ്തകം ഞാൻ ഇപ്പോൾ വായിക്കേണ്ടിയിരുന്നൊരു പുസ്തകമല്ല എന്ന് എനിക്ക് തോന്നി. പുസ്തകത്തിനെ കുറിച്ച് കുറ്റം പറയുന്നതല്ല, വെയിറ്റ്. കാരണം ഈ ഒരു പുസ്തകം ഇപ്പോൾ വായിച്ച സമയത്ത് ഞാനത് പെർസീവ് ചെയ്ത രീതി വളരെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഓരോ കാര്യങ്ങളും ഞാൻ വായിക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട്, മേ ബി ഇതായിരിക്കില്ല എഴുത്തുകാരൻ ഉദ്ദേശിച്ചത്. എൻ്റെ പൊട്ട മനസ്സിൽ വരുന്ന ഞാൻ എടുക്കുന്ന ഒരു അർത്ഥം ഇതാണ്, പക്ഷെ ഇതായിരിക്കില്ല അതിൻ്റെ ഉദ്ദേശിച്ച അർത്ഥമെന്ന് എനിക്ക് പല ഭാഗത്തും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതെന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ഫീൽ ലൈക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ പുസ്തകം ഞാൻ ഒന്നും കൂടെ വായിക്കണം. അടുത്ത കാലത്തൊന്നും ഞാൻ വായിക്കുന്നില്ല, ഒരു 5 years, ഒരു 6 years ഒക്കെ കഴിഞ്ഞിട്ട് ഈ പുസ്തകം എനിക്ക് ഒന്നും കൂടെ വായിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ഒക്കെ കടന്നു പോയിട്ട് ഈ ഒരു പുസ്തകം എനിക്ക് ഒന്നും കൂടെ 5 വർഷം 6 വർഷത്തെ കഷ്ടപ്പാടൊന്നും തീരുമെന്നല്ല, ബട്ട് എപ്പോഴാണോ തീരുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും വായിക്കേണ്ടി വരത്തില്ല. എന്തെങ്കിലും ആട്ടെ, കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഞാനിത് വായിക്കുന്നതായിരിക്കും. ഇനി അന്ന് ഞാൻ നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഇടാം. ഐ മീൻ ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല, എനിക്ക് എന്താണെന്ന് തോന്നി എന്നുള്ളത് ഞാൻ അന്ന് കൃത്യമായിട്ട് ഞാൻ പറയാം. ഇപ്പം പറഞ്ഞാൽ ശരിയാവത്തില്ല. ശരിയാവത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ, എനിക്ക് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു പുസ്തകം വായിച്ചിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഐ ഫീൽ ലൈക്ക് കുറച്ച് ഇയേഴ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസറൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ഞാൻ വരാം. ഇപ്പം പറഞ്ഞാൽ ശരിയാവത്തില്ല. ഇപ്പം പറഞ്ഞാൽ എന്തുകൊണ്ട് ശരിയാവത്തില്ല എന്ന് ചോദിച്ചാൽ എന്തിനാണ് ഞാൻ മണ്ടത്തരങ്ങൾ വെറുതെ വിളിച്ച് പറയുന്നത്? അപ്പം നമുക്ക് അപ്പം കാണാം. ഓക്കെ, അടുത്ത 3 ബുക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ചെറുകഥാ സമാഹാരങ്ങളാണ്. ഫസ്റ്റ് വന്നിട്ട് നാം മറക്കാതിരിക്കണം, എഴുതിയിരിക്കുന്നത് തനൂജ S. ഭട്ടതിരി. പുള്ളിക്കാരത്തിൻ്റെ പേര് ഞാൻ ഒരു വീഡിയോയിൽ തെറ്റിച്ച് പറഞ്ഞു. സോ സോറി അബൌട്ട് ദാറ്റ്. ഞാൻ അത് ഭയങ്കര ഇന്റൻഷനലി പറഞ്ഞതല്ല. ഞാൻ ലൈക്ക് ഭട്ടതിരി എന്നുള്ളത് ഞാൻ ഭട്ടാചാര്യ എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. ഞാനത് ലൈക്ക് ഡെലിബറേറ്റ്ലി പറഞ്ഞല്ല, പെട്ടെന്ന് എൻ്റെ വായിൽ നിന്ന് വന്നതായിരുന്നു. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ. ഇതിനകത്ത് സ്റ്റോറീസൊക്കെ എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ എനിക്ക് നല്ല ഓർമ്മയുള്ളൊരു പെർട്ടിക്കുലർ സ്റ്റോറി ഉണ്ട്. നല്ല കഥകളൊക്കെ തന്നെയാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് വേടൻ എഴുതിയിരിക്കുന്നത് സൂരജ് ജലജ സുരേഷ്. ഇതെനിക്ക് ഓത്തർ ഡയറക്റ്റ് അയച്ചെന്നൊരു കോപ്പിയായിരുന്നു, പക്ഷെ എന്നിരുന്നാലും വളരെ നല്ലൊരു ബുക്കായിരുന്നു. എനിക്കിത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള, അതായത് ഒരുപാട് ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. നമുക്ക് ഈ ഒരു കഥകൾ വായിക്കുമ്പോൾ വി ഫീൽ ലൈക്ക് ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കഥകളാണ്. നമ്മളൊരു വീട് കാണുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്ന് തോന്നില്ല. പക്ഷെ അറിയാമല്ലോ, ഹ്യൂമൻ ലൈഫ്, ഹ്യൂമൻ മൈൻഡ്, അതൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന, ഹ്യൂമൻ ഇമോഷൻസിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഭയങ്കര ഒരു നല്ല കുറച്ച് ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ഉള്ള ഒരു പുസ്തകമാണിത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ്. പിന്നെ ഈ ഒരു പുസ്തകത്തിൽ
ഒരു പെർട്ടിക്കുലർ സ്റ്റോറി ഉണ്ട്, ബ്രോക്കൺ പോട്ട്സ് AKA തകർന്ന പൂച്ചട്ടികൾ. സോ ഈ ഒരു പെർട്ടിക്കുലർ കഥ ഇന്നത്തെ ഈ ഒരു ടൈമിൽ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടുഡേ ആസ് ഓഫ് ടുഡേ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു റീഡ് ഇറ്റ്, ആ ഒരു സ്റ്റോറി ഡെഫിനറ്റ്ലി നിങ്ങൾ വായിക്കണം. ഇറ്റ്സ് റിയലി നൈസ്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ബ്രോക്കൺ പോട്ട്സ് AKA തകർന്ന പൂച്ചട്ടികൾ. അടുത്തത് വന്നിട്ട് മിഴികൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് നിഹാരിക. സോ ഇതെന്ന് പറയുന്നത് സ്റ്റോറി ഈസ് ഫിൽഡ് വിത്ത് ലവ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് സ്നേഹം എന്ന് പറയുമ്പോൾ സ്നേഹം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് റൊമാൻറ്റിക് വേ ഓഫ് ലവ് മാത്രമല്ല ഈ ലോകത്തുള്ളത്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ലവ്. അപ്പം അതിനെയൊക്കെ കുറിച്ച് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ച് ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ആണ് ഈ ബുക്കിലുള്ളത്. വളരെ തിന്നായിട്ടുള്ള ഒരു ബുക്കാണ്. ഒറ്റ സിറ്റിങ്ങിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ട്രെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിക്ക് ദിസ് അപ്പ്. ഇറ്റ്സ് റിയലി നൈസ്. ഇതൊക്കെയാണ് ഞാൻ വായിച്ചിട്ടുള്ള മലയാളം പുസ്തകങ്ങൾ. ഇനി ഞാൻ വായിക്കാനായി ഉദ്ദേശിക്കുന്ന മലയാളം പുസ്തകങ്ങൾ, അതായത് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത, ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് മലയാളം പുസ്തകങ്ങൾ കാണിച്ചു തരാം. ആദ്യത്തെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി. ഇത് അച്ഛൻ വാങ്ങിയൊരു പുസ്തകമാണ്. അച്ഛനും അമ്മയും രണ്ടുപേരും വായിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് വായിക്കാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. കുറച്ച് തിക്കായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഏകദേശം 300-ന് മേലെ പേജുകൾ വരുന്നൊരു പുസ്തകമാണ്. 400-അടുത്ത പേജുകൾ വരുന്നൊരു പുസ്തകമാണ്. പക്ഷെ എന്നിരുന്നാലും ഇത് വായിക്കണം എന്ന് എനിക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡുമാണ് ഇത് വായിക്കാൻ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആക്ച്വലി. ബിക്കോസ് കേരളത്തിന് മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ ആത്മകഥയൊക്കെ വായിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി നൈസ്. എസ്പെഷ്യലി ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് തിരിച്ച് ഭരണത്തിൽ വന്ന ഈ ഒരു സമയത്ത് ഐ ഫീൽ ലൈക്ക് ഐ ഷുഡ് റീഡ് ഇറ്റ്. ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു കാര്യമൊന്നും പറഞ്ഞല്ല, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു വ്യക്തിയുടെ ആത്മകഥ. ഓക്കെ, അടുത്തത് വന്നിട്ട് M. മുകുന്ദന്റെ നിങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ഈ ഒരു ബുക്കിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. M. മുകുന്ദൻ എന്ന് പറയുന്ന ആളിനെ കുറിച്ചും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതെൻ്റെ അച്ഛന് ആരോ ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു നോവലാണ്. എന്തോ എഴുതിയിരിക്കുന്നു, ചിന്തകൾ നന്മയുള്ളതാവട്ടെ, വാക്കുകൾ അർത്ഥവത്തും ആശംസകളോടെ. ഇതിനകത്തുള്ളതാണോ എഴുതിയതാണ്. അപ്പൊ ആരോ അച്ഛന് ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം ഓക്കെ ഈ പുസ്തകം വായിക്കാൻ എനിക്ക് നല്ല എന്താ പറയാ എക്സൈറ്റ്മെന്റ് ഉണ്ട്. M. മുകുന്ദനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊന്നും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഉണ്ടാവാം, ഒരു പക്ഷെ ഉണ്ടാവാം. അപ്പോൾ ഐ എം റിയലി എക്സൈറ്റഡ്. പിന്നെ ഉള്ള പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ KR മീരയുടെ നോവലുകൾ. ഇതും എനിക്ക് തോന്നുന്നു KR മീരയുടെ ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ്. ഇതിനകത്തും ഉണ്ട് ആ മരത്തെയും മറന്നു ഞാനെന്നുള്ള കഥ. അത് വായിക്കണ്ട. മീര സാധു ഇതിലുണ്ട്. ഓക്കെ, മീര സാധു ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആക്ച്വലി. എവിടെയൊക്കെയോ മേ ക്വിസ് കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ആയിട്ടുള്ള കൃതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും വായിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഇതും ഒരു ഷോർട്ട് സ്റ്റോറി പോലെയാണല്ലോ. അപ്പോൾ ഇതും വായിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതാണ് KR മീരയുടെ എൻ്റെ സെക്കൻഡ് ബുക്ക് വരുന്നത്. പക്ഷെ ഇനി ഞാൻ വായിച്ചിട്ടില്ല, വായിക്കണം. ഓക്കെ, ഇനി അടുത്ത പുസ്തകം വരുന്നത് എൻ്റെ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, നമ്മളുടെ മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇത് ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഇത് എനിക്ക് 12th ഫുൾ A+ കിട്ടിയ സമയത്ത് എനിക്ക് ട്രോഫിക്ക് പകരം ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ഈ ഒരു പുസ്തകം. ഇത് എനിക്ക് തന്നെ പേഴ്സണലി കിട്ടിയൊരു പുസ്തകമായിരുന്നു. പക്ഷെ ഇത് എനിക്ക് എന്തോ ആ ഒരു സമയത്ത് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഇത് വായിക്കാനുള്ള ആ ഒരു മൂഡൊക്കെ പോയി. പക്ഷെ എനിക്കിത് വായിക്കണം നല്ല ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് ഈ ഒരു കൊളോണിയൽ ടൈമും
ആ ഒരു കാലഘട്ടത്തിലേക്ക് കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനും, പിന്നെ ഞാനിങ്ങനെ മഹാത്മാഗാന്ധിയുടെ ഒക്കെ ഒരുപാട് ക്വിസ് കോമ്പറ്റീഷൻസിലേക്ക് ഞാൻ ഓൾറെഡി പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പുള്ളിയുടെ ജീവിതമൊക്കെ കുറേയൊക്കെ അറിയാം അല്ലെ. ഞാൻ മഹാത്മാഗാന്ധിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് മാത്രമുള്ള ക്വിസ് കോമ്പറ്റീഷൻസിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഗാന്ധി ജയന്തി അനുബന്ധിച്ച്. അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അതൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റുമായിരിക്കും ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ. എനിക്ക് പുള്ളീനെ ഞാൻ ഒരു ക്വിസ് കോമ്പറ്റീഷൻസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഗാന്ധിജി ആകെ ഒരു പ്രാവശ്യം എന്തോ കള്ളം പറഞ്ഞിട്ടുള്ളൂ ഒരു ഡിക്റ്റേഷൻ കോമ്പറ്റീഷനിൽ കെറ്റിലെന്ന് പറഞ്ഞൊരു വാക്ക്. ആ ഒരു വാക്ക് എന്താണെന്നൊക്കെ ഒരുപാട് എക്സാമിനൊക്കെ ഒരുപാട് ക്വിസ് കോമ്പറ്റീഷൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ റീവിസിറ്റ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ ഇത് വായിക്കുമ്പോൾ പറ്റിയേക്കാം. അപ്പോൾ ഈ ഒരു ബുക്ക് വായിക്കാൻ അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി അടുത്ത ഉള്ള പുസ്തകങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓതേഴ്സ് ഡയറക്റ്റായിട്ട് അയച്ചു തന്ന പുസ്തകങ്ങളാണ്. സോ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മണ്ടിയാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓതേഴ്സ് ലൈക്ക് അവർ എഴുതിയ പുസ്തകങ്ങൾ അയച്ചു തരട്ടെ എന്ന് പറയുമ്പോൾ, അതായത് എനിക്ക് അങ്ങനെ ഇതിനു മുമ്പ് ആരും അങ്ങനെ അയച്ചു തരട്ടെ അങ്ങനെയൊന്നും എന്നോട് ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പറയാം എന്ന് പറയും. ഞാൻ അങ്ങനെ ചാടി കയറി യെസ് പറഞ്ഞു. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അയച്ചു കഴിഞ്ഞപ്പോൾ അത് കുറച്ചൊന്ന് ബൾക്കി ആയിപ്പോയി. കാരണം എനിക്ക് എക്സാംസും അസൈൻമെന്റ്സും IAS CA പിന്നെന്താ ഇത് മറ്റേത് സൊസൈറ്റിയുടേത് അങ്ങനത്തെ കുറെ പേര്, നാട്ടിലോട്ട് വരുന്ന തിരക്ക്, സാധാരണമായിപ്പ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള തിരക്ക്, ഇതെല്ലാം കാരണം എനിക്ക് ഒരു സെമസ്റ്റർ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു സെമസ്റ്ററിന് ആദ്യത്തെ മാസം ഐ എം ഫ്രീ. എനിക്ക് ഒന്നുമില്ല ചെയ്യാൻ, നല്ല സുഖമാണ്. ഞാൻ ആ സമയത്ത് ഞാൻ വീഡിയോ ഇടില്ല, ഒന്നും ചെയ്യില്ല, ജസ്റ്റ് വായിച്ചോണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഫുൾ തലവേദന വരും. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇടുന്നതും. പിന്നെ ഈ പറഞ്ഞ അല്ലറ ചില്ലറ പരിപാടി ഫുൾ തിരക്ക്, ബുക്ക് വായിക്കാനേ സമയം കിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ നമുക്കിപ്പോൾ ഓതേഴ്സ് ബുക്സ് അയച്ചു തരുന്ന സമയത്ത് ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ ഫേവറേറ്റ് ജോൺറ എന്ന് പറയുന്നത് ത്രില്ലേഴ്സാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വായിക്കുന്ന ഒരു സെക്ഷൻ ഓഫ് ബുക്സ്. അപ്പം ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുസ്തകമാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഞാൻ വായിക്കും. ഇച്ചിരി വലിയ ബുക്കാണെങ്കിൽ 2 ദിവസം, അതിനപ്പുറത്തേക്ക് പോവില്ല. പക്ഷെ ബാക്കിയുള്ള ജോൺറ, എസ്പെഷ്യലി റൊമാൻസ് ഒക്കെ എനിക്ക് അത്ര ഇഷ്ടമുള്ള ജോൺറയൊന്നുമല്ല. ത്രില്ലറില്ലാത്ത വേറെ എന്തും ഞാൻ ഒരുപാട് സമയമെടുത്താണ് വായിക്കുന്നത്. അപ്പം എനിക്ക് പറയുന്ന പോലെ നമുക്ക് എസ്പെഷ്യലി ഓതേഴ്സ് ഡയറക്റ്റ് അയച്ചു തരുന്ന പുസ്തകങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റാമെന്ന് വരില്ല. എനിക്കെല്ലാം വായിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ എനിക്ക് വായിക്കാൻ പറ്റാതെ പോയാൽ എന്നാൽ എനിക്ക് വായിക്കണം എന്ന് ആഗ്രഹമുള്ള 4 പുസ്തകങ്ങളാണിത്. അതിലാദ്യത്തത് റഫീഖ് ബദരിയ എഴുതിയിട്ടുള്ള ആലം നൂർ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇതാണ് ഓഥർ. ഇത് അദ്ദേഹം ഡയറക്റ്റായിട്ട് അയച്ചു തന്ന പുസ്തകമാണ്. ഇതും എനിക്ക് വായിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ വെക്കേഷനാണ്, ഞാൻ എന്തായാലും വായിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. അടുത്തത് വന്നിട്ട് PS വിഷ്ണു എഴുതിയിട്ടുള്ള ഭൂതകാലത്തിന്റെ നിഴലുകൾ എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ഈ ഒരു പുസ്തകം വായിക്കാൻ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞാൻ കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ടു, ഒരുപാട് ഞാൻ എൻ്റെ കുറച്ച് വായിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കുറച്ച് ഇഷ്ടപ്പെട്ടു, കുറച്ച് ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഇതും ഞാൻ ഫർദർ വായിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അടുത്തതാണ് അച്ചബിയുടെ കഥ, എഴുതിയിരിക്കുന്നത് മുനീർ അഹമ്മദ്. ഇതെൻ്റെ കുട്ടിയുടെ അച്ഛൻ എഴുതിയ ബുക്കാണ്. എനിക്ക് ആൾ ഡയറക്റ്റോടെ തന്ന ബുക്കാണ്. അതിൽ ഞാൻ അവളോട് പറഞ്ഞു, എനിക്കറിയാലോ നമുക്ക് നിന്നതേ സമയമില്ല, അപ്പോൾ പറഞ്ഞ് പതുക്കെ വായിച്ചാൽ മതി, പതുക്കെ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി എന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ സമയം കിട്ടി വരുന്നു. അപ്പോൾ എന്തായാലും വായിച്ചിട്ട് ഞാൻ എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഇതിനെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. അടുത്ത് നിങ്ങൾ പ്രോബബ്ലി നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാകുന്ന ഒരു ബുക്കാണ് മഞ്ഞ് തിന്നുന്ന മനുഷ്യർ, എഴുതിയിരിക്കുന്നത് ഗോകുൽ കർത്ത. ഈ ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യന്മാർ അനുഭവിക്കുന്ന അസാധാരണമായ കഥകളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. ഇത് വായിക്കാനും എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ബിക്കോസ് നമ്മൾ ഭയങ്കര അങ്ങനല്ല നമ്മൾ ഭയങ്കര ഒരു ആശ്ചര്യത്തോടെ കാണുന്ന ഒരു ലൈഫാണ് പുറത്തൊക്കെ ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്കുള്ളത്. അതുപോലെ തന്നെ അതിപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ പുറത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് അങ്ങനെ തന്നെ അഭിപ്രായമായിരിക്കും. അപ്പം അവരുടെയൊക്കെ ലൈഫിൽ സംഭവിക്കുന്ന കുറച്ച് അസാധാരണമായ അടിപൊളി കഥകൾ, അവരുടെ ലൈഫിൽ എന്താണ്
അത് ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല അടിപൊളിയൊക്കെ ആണോ? അപ്പം അങ്ങനത്തെ ഒരു കഥയാണത്. ഇത് വായിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതുപോലത്തെ ഒരു സിമിലർ ബുക്ക് ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു, എ ലൈഫ് ഓഫ് അഡ്വെഞ്ചേഴ്സ് ആൻഡ് ഡിലൈറ്റ് ബൈ അഖിൽ ശർമ്മ. ആ ഒരു പുസ്തകം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ആ ഒരു പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഒരു പുസ്തകത്തിനോടും എനിക്ക് വായിക്കാൻ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളത്. കാരണം നമ്മൾ മലയാളത്തിലുള്ള ഒരു പുസ്തകമല്ലേ. യാ, സോ ഇതൊക്കെയാണ് എൻ്റെ മലയാളം ബുക്സ് കളക്ഷൻസ് വരുന്നത്. അപ്പോൾ വായിച്ച പുസ്തകങ്ങളും വായിക്കാനുള്ള പുസ്തകങ്ങളും എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ തീർത്തട്ടെ, ഇനി ഞാനൊരു ബുക്ക് വാങ്ങൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പക്ഷെ എൻ്റെ ആ ഒരു തീരുമാനം ഞാൻ വീണ്ടും തെറ്റിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ഒരു ബുക്ക് മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ വീണ്ടും ഒരു ബുക്ക് വാങ്ങി. പക്ഷെ നോട്ട് എനിമോർ, ഇനി ഞാൻ ബുക്ക് വാങ്ങില്ല. എത്ര വിലക്കുറവ് കണ്ടാലും എത്ര ഡിസ്കൗണ്ട് കണ്ടാലും ഞാൻ വാങ്ങില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഐ ഹോപ്പ് ആ ഒരു തീരുമാനത്തിൽ തന്നെ ഞാൻ കുറച്ച് കാലം കൂടെ ജീവിക്കും. അപ്പോഴത്തേക്കും ഈ പുസ്തകങ്ങളെല്ലാം എന്നെ കൊണ്ട് വായിച്ചു തീർക്കാനായിട്ട് പറ്റട്ടെ. സോ അപ്പം ഞാൻ വായിക്കുന്നതനുസരിച്ചിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും എല്ലാം ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. ആൻഡ് പ്ലീസ് കീപ് സബ്സ്ക്രൈബ്ഡ്. എല്ലാ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ, തോട്ട്സ് എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം. എൻ്റെ ചാനലിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കമൻസ്, ഡിസ്കഷൻസ്, ഒപ്പീനിയൻസ് എല്ലാം ഞാൻ വെൽക്കം ആണ്. ബിക്കോസ് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ ചാനൽ ഈസ് പെർഫെക്റ്റ് എന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കുറേ ഊള വീഡിയോസ് വിത്ത് ഊള ടോപ്പിക്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് എൻ്റെ മനസ്സിൽ വരും, ഞാൻ ചെയ്യും, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നിങ്ങളുടെ കമൻസ്, ഒപ്പീനിയൻസ്, തോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടുത്തെ കമൻറ്റ് ബോക്സിൽ ഇടാം. ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാനായിട്ട് 100% ശ്രമിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഞാൻ ഇന്ന് തന്നെ എല്ലാം തിരിച്ചു പോയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും എല്ലാം നോക്കുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.